നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നേ? എന്നെ വിളിക്കാൻ മാത്രം നിനക്ക് എന്താ ഉള്ളത്? ഈ വീട്ടിലെ ഒരാളാ കിച്ചന് നിന്റെ ഭർത്താവായി വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് കിച്ചൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതാരാണെന്ന് എനിക്ക് അറിയണം. അതാരാന്ന് പറയാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോവില്ല അമ്മു. പറയ്, ആരാത്? ഞാൻ തന്നെയാ. കിച്ചനെ കൊണ്ടുവന്നതും അമ്മൂനെ നിർബന്ധിച്ച് അവനാ ഇവളുടെ കട്ടി താലി കെട്ടിയത് പറയിപ്പിച്ചത് ഞാൻ തന്നെയാ. അത് ഞാൻ എന്തിനു മറയ്ക്കണം? എന്തിന്? അപ്പൊ അമ്മൂന്റെ യഥാർത്ഥ ഭർത്താവിനെ ഒളിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അല്ല, അമ്മൂനെ അന്നൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ആളുടെ പേര് ഈ ലോകത്തോട് പറയാൻ ഇവൾ തയ്യാറല്ല. അയാളെ ഇവൾ ഒരു കാലത്തും ഭർത്താവായി അംഗീകരിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. പിന്നെ എന്തിനു നിങ്ങൾ ഇവിടെ വിചാരണ ചെയ്യണം? അമ്മൂനോട് പല പ്രാവശ്യം ഞാനും ചോദിച്ചിട്ടുണ്ട് ഇവളുടെ ഭർത്താവ് ആരാണെന്ന്. അവൾ ദൈവമായി കാണുന്ന അയാളുടെ പേര് പറയില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. സത്യത്തിൽ അമ്മു അനുഭവിക്കുന്ന വേദന കണ്ടപ്പോഴാ ഇനി ആരും ഭർത്താവിനെ പറ്റി ചോദിക്കാതിരിക്കാൻ എനിക്കറിയാവുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നത്. ശരിക്കും അതൊരു നാടകം തന്നെയായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. എന്നെ നിങ്ങൾ എല്ലാരും ചേർന്ന് പറ്റിക്കോ? ആരെന്ത് പറഞ്ഞാലും നീ എന്നെ ചതിക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. ചേച്ചി, ഞാൻ അത് അല്ലെങ്കിൽ ദിനേശൻ ചെറിയ നീ പറഞ്ഞത് എന്തുകൊണ്ട് എന്നോട് പറയാൻ നീ മടിക്കണം? നിന്നെ രക്ഷിക്കാനായി ഈ മനുഷ്യൻ ശ്രമിച്ചത്. അല്ലെന്ന് നിനക്ക് പറയാമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.